അസ്സലാമു അലൈക്കും. അപ്പം ഇയാളെ സുഖം തന്നെയല്ലേ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും? അപ്പം ഇന്നിപ്പോൾ നമുക്ക് റവ കൊണ്ട് നല്ലൊരു അടിപൊളി പലഹാരം ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് മധുരത്തിനൊക്കെ ഒന്ന് പൂതിയാവുമ്പോഴേ ഇമ്മാതിരി ഒരു പലഹാരം ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ നല്ല രസത്തിലാണ് തിന്നാനും പറ്റും. തൊള്ളിക്ക് അങ്ങോട്ട് വെച്ചാൽ നമുക്ക് അലിഞ്ഞു പോണതറിയില്ല. അപ്പം അമ്മാതിരി രസമുള്ള പലഹാരമാണ് ഇപ്പോൾ ഇത്. ഇന്നാപ്പം ഇനി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തോനെ സാധനമൊന്നും വേണ്ടേ. നമ്മളെ പെരിയിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന സാധനം തന്നെയാണല്ലോ ഇപ്പോൾ റവയും വായ്ക്കയൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ റവ കിട്ടിയ ഉപ്പുമാവ് ഉണ്ടാക്കി മടുത്തോൽക്ക് ഇമ്മാതിരി ഒരു പലഹാരമൊക്കെ ഒന്ന് ഉണ്ടാക്കിയാൽ നല്ല ഉഷാറായിട്ടാണ് തിന്നും ചേച്ചാൽ കുട്ടികൾക്കൊക്കെ നല്ല തൃപ്തിയേക്കാരപ്പോൾ ഇത്. അപ്പോൾ എന്നാൽ നമുക്ക് നേരം കളയണ്ട, വേഗം നമുക്കിപ്പോൾ തന്നെ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലും കൂടി ഉണ്ടല്ലോ, അപ്പോൾ അയിമലും കൂടി നിങ്ങളൊന്നാ തൊട്ടെടുത്താൽ പിന്നെ നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ അപ്പം നിങ്ങൾക്കാണ് കാണും ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നോക്കി കാണും നിങ്ങൾക്കാണ് ഉണ്ടാക്കും ചെയ്യാലോ. പിന്നെ പൈമുള്ളതാ ലൈക്കല്ലേ, അയിമലിപ്പം നിങ്ങൾ ആ സന്തോഷത്തോടെ ഞാൻ തൊട്ടും കൊടുത്തളി. അപ്പോൾ പിന്നെ നമ്മൾ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് ഞമ്മക്കാണ് മനസ്സിലാക്കും ചെയ്യാലോ. അപ്പം നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ മാതിരി ഒരു പാത്രം അടുപ്പത്ത് വെച്ചെടുത്തുക്കണ്. എന്നിട്ട് നമ്മൾ തിരിച്ചൊന്നാണ് കത്തിച്ചെടുത്തുക്കാണ്ട് അതിക്കൊരു ടേബിൾ സ്പൂൺ നെജ്ജും പാർന്നു കൊടുക്കുക. അപ്പോൾ നമ്മൾ നെജ്ജൊക്കെ നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്ക് അതിക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ ഇപ്പോൾ ഒന്നിങ്ങനെ മൂത്ത് വരുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിക്ക് കുറച്ച് മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം ഇനിയാളെ ഇനിയിപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി എടുക്കാനുള്ള കണക്കൊന്നും ഇപ്പോൾ നമ്മൾ പറയണില്ല കേട്ടോ. അതൊന്നും ചിലപ്പോൾ നമ്മളെ പേരിൽ കൊടുന്ന് വെച്ചതുണ്ടാവൂലേ. അപ്പം ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ വലിയ തിരക്കടൊന്നും ഇല്ലേനും നമ്മളിപ്പോൾ ഇതിക്ക് പഴവും തേങ്ങയും ഒക്കെ ഇടുന്നുണ്ടല്ലോ. അപ്പോൾ അതന്നെ മതി. അപ്പം നമ്മളടുത്ത് കൊടുന്ന് വെച്ചതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതായിക്കാണ് ഇട്ടും കൊടുക്കുക. അപ്പോൾ നല്ലൊരു രസമാണല്ലോ കടിച്ചുമ്പോൾ. അപ്പം നമ്മളിപ്പോൾ ഏതായാലും ഇപ്പോൾ നിങ്ങൾക്ക് കാടിത്തരികയല്ലേ. അപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇപ്പോൾ ഇതിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളോടെയും തന്നെ മാതിരി സാധനമൊന്നും കൊടുന്ന് വെച്ചാൽ പിന്നെ അവിടെ നിൽക്കൂല. അതൊക്കെ ഒരു തപ്പി തിരഞ്ഞെടുത്തുക്കോ എവിടെ പാത്തച്ചാലും. അപ്പോൾ അങ്ങനെ നമ്മളെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇപ്പോൾ ഇവിടെ ആയി വന്നിക്കണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിക്ക് രസം തേങ്ങ ചിരണ്ടിയതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിനും തന്നെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ലേ, ഉള്ളിനനുസരിച്ച് കുറച്ചാണ് ഇട്ട് കൊടുത്തളേ. അപ്പോൾ അങ്ങനെ നമ്മളെ തേങ്ങയും തന്നെ തോനെ നേരം വറുത്തുകൊണ്ട് കുത്തിരിക്കൊന്നും വേണ്ടേ. ഇതിത്തെ വെള്ളമൊക്കെ ഒന്നാണ് വറ്റിയാൽ തന്നെ മതി. ഇനിയിപ്പോൾ നമുക്ക് ഇതിക്ക് വേണ്ടത് പഴമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പഴമാണ് ഇട്ട് കൊടുത്തിക്കണത്. നമ്മളിപ്പോൾ ഇത് നാലാക്കിയാണ് മുറിച്ചുകാണ്ടേ ചെറുതാക്കിന് മുറിച്ചെടുത്തതാണ് ഇപ്പോൾ ഇത്. പറ്റ ചെറുതാക്കൊന്നും വേണ്ട. ഇപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്കിത് ഇങ്ങനെ കടിച്ചാൻ പാകത്തിന് വേണേ. അപ്പോൾ ഇത് നമുക്ക് അതിക്കിട്ട് കൊടുത്തുകാണ്ട് ഒന്നങ്ങോട്ട് വാട്ടിയെടുക്കണം. അപ്പോൾ പഴം തന്നെ നമുക്ക് നല്ലോണം വെന്ത് അലിയാൻ നിൽക്കൊന്നും വേണ്ടേ, ഒന്നങ്ങോട്ട് വാടിയാൽ മതി. നല്ലോണം പൊത്ത പായായാലും പിന്നെ അതൊരു വലിയൊരു ബോസ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു പാകത്തെ പൊപ്പുള്ള പായ എടുത്താൽ മതി. ഇനിയിപ്പോൾ ഇത് ചെറിയ കായാണെന്ന് വെച്ചാൽ ഒരു 2 കായൊക്കെ എടുത്തോളി. അപ്പോൾ അങ്ങനെ ഏതായാലും ഇപ്പോൾ ഇത് പറ്റ ഉടഞ്ഞു പോകുമൊന്നും വേണ്ട, ഈ ഒരു പാകത്തിനായാൽ മതി. അപ്പം ഇനി ഒരു പാകത്തിനൊക്കെ ആകുമ്പോൾ നമ്മളെ തിരിച്ചൊന്നാണ് കിടത്തി കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇതിക്ക് വേണ്ടത് ശർക്കരയാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു 3 അച്ച് ശർക്കരയും കൂടി ഇതിക്കാണ് എടുത്തേക്കണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ ശർക്കര ഒന്നാണ് ഒരുക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മധുര പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തുകാണ്ട് അതിക്കൊരു 3 അച്ച് ശർക്കര ഇട്ട് കൊടുത്തേക്കണ്. ഇനിയിപ്പോൾ നമ്മൾ ഉരുക്കാൻ വേണ്ടിയിട്ട് ഒരു 2.5 കപ്പ് വെള്ളം ഇതിക്ക് പാർന്നു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്നാണ് ഉരുക്കിയെടുക്കണം. ഇപ്പോൾ നമ്മളെ ശർക്കരയൊക്കെ ഇപ്പോൾ നല്ലോണം ഉരുക്കി വരാൻ തുടങ്ങിയിരിക്കണ്. അപ്പോൾ നമ്മൾ കയ്യിലോണ്ടോ സ്പൂണോണ്ടോ ഒക്കെ ഒന്നാണ് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ പെട്ടെന്നാണ് ഉരുകി വരും ചെയ്യും. അങ്ങനെ ഇപ്പം നമ്മളെ ശർക്കരയൊക്കെ ഇപ്പോൾ ഇവിടെ നല്ലോണം ഉരുകി വന്നിക്കണ്. ഇനി നമുക്ക് തിരിച്ചൊന്നാണ് കെടുത്തി കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇതിക്കുള്ള റവ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മധുര ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തുകാണ്ടേ അതിക്കൊരു ടേബിൾ സ്പൂൺ നെജ്ജും പാർന്നു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നെജ്ജൊക്കെ ഇപ്പോൾ നല്ലോണം ചൂടായി വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നല്ലോണം വറുത്തെടുക്കണേ. അപ്പോൾ അങ്ങനെ നമ്മൾ റവയൊക്കെ ഇപ്പോൾ ഇവിടെ നല്ലോണം വറവ് വയ്ക്കണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാലോ. അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്കൊന്നാണ് വറുത്തെടുക്കണം. അപ്പോൾ ഇത് ഇനി നമ്മൾ ഉരുക്കി വെച്ച ശർക്കരപ്പാനി ഉണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് ഒരു അരിപ്പി കൂടെ പാർന്നു കൊടുക്കുക. എന്നാൽ ഇനിയിപ്പോൾ അതിൽ വലിയ കുറുമ്പോ കല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കിട്ടുമല്ലോ. ശർക്കര നമുക്ക് അരിച്ചുമ്പോൾ എപ്പോഴായാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടാതിരിക്കൂല ഏതായാലും. അപ്പോൾ പിന്നെ അരിച്ച് കാണാൻ പറഞ്ഞാൽ പിന്നെ ആ ഒരു പൊറുതിയോടും ഇല്ലല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിക്ക് ഒരു നല്ല ചോയും മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നല്ലോണം വേവിച്ചെടുക്കണം. അപ്പോൾ റവൊക്കെ ആകുമ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് അടി പിടിച്ചാനും ഇതിനൊക്കെ ഇതുണ്ട്. അപ്പോൾ തിജൊക്കെ ഒരു പാകത്തിന് വെച്ച് കാണ്ടേ പാകത്തെ കുറഞ്ഞ തിജിൽ വെച്ച് കാണ്ട് നമുക്കിതൊന്നാണ് വേവിച്ചെടുക്കാം.
അപ്പോൾ നമ്മൾ കുറച്ച് നേരം വേവിച്ചുമ്പോൾ തന്നെ ഇതിങ്ങനെ കുറുകി വരാൻ തുടങ്ങും. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായില്ലോ പഴവും പിന്നെ തേങ്ങ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടുകാണ്ട്, അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തുകാണ്ട് നമുക്ക് ഇതിക്കാൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എല്ലാം പാടെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഇനി നമുക്ക് കുറച്ച് നമ്മളെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് ചുരുക്കമൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അവിടെ എടുത്ത് വെച്ചിക്കണ്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഇതിക്കാൻ ഇട്ടും കൊടുത്തിക്കണ്. അപ്പം ഇനി ഇതിട്ടാലും തന്നെ നമുക്ക് നല്ലോണം അങ്ങോട്ട് ഇളക്കിയെടുക്കണം. ഇപ്പം അങ്ങനെ നമ്മളിത് നല്ലോണം അങ്ങോട്ട് ഇളക്കിയെടുത്തിക്കണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇതിത്തെ വെള്ളമൊക്കെ ഇപ്പോൾ നമുക്ക് വറ്റി തുടങ്ങി ചെയ്തിക്കണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഏതായാലും ഇപ്പോൾ ഇത് നല്ലോണം അങ്ങോട്ട് കട്ടിയിലായി വന്നിക്കണ്. ഇനി നമുക്ക് നമ്മളെ തിരിച്ചൊന്നാണ് കെടുത്തി കൊടുക്കുക. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് ഒരു പാത്രത്തിൽ കിട്ടുകാണ്ടെന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ആ പാത്രത്തിൻ്റെ കോലത്തിന് നമുക്ക് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാതിരി ഒരു കേക്ക് ടിന്നാണ് എടുത്തിക്കണത്. അപ്പോൾ നമ്മളിതിൻ്റെ അടിയിലൊക്കെ ഓയിലൊക്കെ തേച്ച് കൊടുത്തിക്കണ്. അപ്പോൾ ഓയിലോ നെജ്ജോ എന്താ നമ്മളെടുത്തുള്ളത് വെച്ചാൽ അത് ലസീച്ചാൻ തേച്ച് കൊടുത്താൽ പിന്നെ അപ്പം അതിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് വേഗം വിട്ടു പോകുന്നും ചെയ്തോളും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായില്ല പഴത്തുനിന്ന് കുറച്ച് ചുർക്ക് കൂട്ടാൻ വേണ്ടി എടുത്ത് വെച്ചിക്കണ് ഇറങ്ങാണ്ട്. അപ്പം ഇനി നമുക്ക് അത് ഇതിക്കാണ് ഇട്ട് കൊടുക്കാൻ കേട്ടോ വേണ്ടത്. അപ്പം നമ്മളിപ്പോൾ ഏതായാലും ഈ വെത്തപ്പാട് കൂടി അത് അതിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കാനാണ് മറന്നുകൂടും. നമ്മളിപ്പോൾ ഇതിക്ക് റവയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്ത് കാണുന്നത് റെഡിയാക്കിയപ്പോഴാണ് ഇപ്പോൾ നമുക്കിപ്പോൾ ഇത് എടുത്ത് വെച്ചതിനെ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ നമ്മൾ അടുത്ത വെച്ച വായ്ക്ക അതിൻ്റെ അടിയിൽ ആദ്യം തന്നെയാണ് ഇട്ട് കൊടുത്തളേ. അപ്പോൾ അതിന് നമ്മൾ മറന്ന മാതിരി ഇപ്പം നിങ്ങളും മറക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായില്ലേ റവ, അപ്പോൾ ഇതാണ് ഇട്ട് കൊടുക്കുക. ചൂട് കൊടുക്കണേ തന്നെയാണ് ഇട്ട് കൊടുക്കുക. തണുക്കാൻ വേണ്ടി നിൽക്കുകയൊന്നും വേണ്ട കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതൊക്കെ പാടാൻ ഇട്ട് കൊടുത്തുകാണ്ട് ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഇമാതിരി സ്പാച്ചില കൊണ്ടോ എന്തുകൊണ്ടെങ്കിലൊക്കെ റെഡിയാക്കി നിൽക്കുക. അപ്പോൾ നമ്മളിപ്പോൾ വായ്ക്ക ഇട്ട് കൊടുക്കാനൊക്കെ മറന്നതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഇത് ഇട്ട് കൊടുക്കണത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ ലെവലാക്കി എടുത്തുകാണ്ട് കുറച്ച് നേരം നമുക്ക് ആ ചൂടൊക്കെ ഒന്ന് ആറാൻ വേണ്ടി എടുത്തേക്കാം. അപ്പോൾ പിന്നെ ഒന്നാണ് തണുത്ത് വന്നാൽ നല്ല രസമേക്കാരം തിന്നാൻ. അപ്പം ഇനിയിപ്പോൾ ഇത് ഫ്രിഡ്ജിലെടുത്തേക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പം ഇനി എടുത്ത് വെച്ചൊന്നില്ല കുഴപ്പമില്ല. അപ്പം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒന്നും കൂടി രസമൊക്കെ കിട്ടും. അപ്പം നമ്മളിപ്പോൾ ഏതായാലും ഫ്രിഡ്ജൊക്കെ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല. ഒന്ന് കുറച്ച് നേരം തണുത്ത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ ഇത് എടുത്ത് വെച്ചിട്ട് കുറച്ച് നേരമൊക്കെ കഴിക്കണ്. ഇപ്പോൾ ഇതൊക്കെ നല്ലോണം സെറ്റായി വന്നും ചെയ്തിക്കും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് ഒരു പാത്രത്തേക്കാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിന് നമ്മൾ വേണമെങ്കിൽ ഇതിൻ്റെ അരികൊക്കെ ഒന്നേ ഒരു സ്പേച്ചിലെടുത്ത് കാണ്ടൊക്കെ ഒന്ന് വലിയൊന്നും വിടിയിച്ചെടുത്ത് കാണ്ട് ഇങ്ങനെ ഒരു പാത്രത്തേക്കാണ് കൊട്ടി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഉസാറായിട്ട് കിട്ടും ചെയ്യും. ഇനിയിപ്പോൾ നമുക്കിത് ഏത് കോലത്തിലും ആണെങ്കിലും മുറിച്ചെടുത്ത് കാണാൻ തിന്നാം. അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ ഈ ഒരു കോലത്തിലാണ് ഇത് മുറിച്ചണത്. അപ്പോൾ നോക്കാൻ ഇനിയാളെ ഇത് എന്തൊരു രസമുണ്ട് കാണാൻ, തിന്നാനാണെങ്കിൽ അതിലേറെ രസമുണ്ട്. അപ്പം മധുരത്തിനൊക്കെ വല്ലാതെ പൂതിയാവുമ്പോൾ നിങ്ങളൊന്നാണ് ഉണ്ടാക്കി നോക്കിയത്. ഉണ്ടാക്കാൻ തോനെ പണിയില്ലല്ലോ, എത്ര എളുപ്പമാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കാൻ. പിന്നെ ഇപ്പോൾ റവൊക്കെ നമ്മളെടുത്ത് എപ്പോഴും ഉണ്ടാകുന്ന സാധനമാണല്ലോ. റവയും പഴമൊക്കെ ഇപ്പോൾ നമ്മളെടുത്ത് എപ്പോഴും ഉണ്ടാകുന്ന സാധനം തന്നെയാണല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും ഇപ്പോൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കുകൊണ്ടേ. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ രസം അറിയാലോ ഇപ്പോൾ നിങ്ങൾക്ക്. എന്നിട്ട് നമ്മളോട് അഭിപ്രായങ്ങളൊന്നും പറയാൻ നിങ്ങൾ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടുകൊണ്ടെന്ന് വിചാരിച്ചിട്ടോ. നമ്മൾ ഇഷ്ടപ്പെട്ടാൽ നമുക്കൊരു ലൈക്കും തരും. പിന്നെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെന്ന് വെച്ചാൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്ത് കാണ്ടേ അതിൻ്റെ അടുത്തുള്ള ബെല്ലും കൂടി നിങ്ങളൊന്ന് തൊട്ടും കൊടുക്കി. പിന്നെ പറ്റുമെങ്കിൽ ഇപ്പോൾ നിങ്ങളെ കൂട്ടുകാർക്കോ കുടുംബക്കാർക്കോ ഒക്കെ ഒന്നാണ് അയച്ചും കൊടുക്കേണ്ടിയും. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണണ വരെ നമ്മളെല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.